എല്ലാവർക്കും നമസ്കാരം. ബാക്ക് പാക്കർ അരുണിയുമായും റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ അവൾ കാണിക്കുന്ന കുറെ കന്നന്തിരികൾ കാണുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിമർശിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റീസൺലി ഞാൻ ഈ ബാക്ക് പാക്കർ അരുണിമയുടെ കുറച്ച് ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. ഞാൻ ആ ഫോട്ടോസ് ഇവിടെ ഒന്ന് കൊടുക്കാം. അതായത് അടുത്ത രാജ്യം പോകാൻ റെഡിയായി ഗൈസ്, ദ കൺട്രി ഐ ആം എക്സൈറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനുമായിട്ടുള്ള ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അവളുടെ റിലേഷൻഷിപ്പിൽ എന്തോ ഉള്ള പയ്യനാണ്. നല്ല കാര്യം, നിങ്ങൾ ജീവിക്കുക ഒരുമിച്ച്, അടിപൊളിയായിട്ടൊക്കെ ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കുക, നല്ല കാര്യം. അപ്പൊ ഇവനുമായിട്ടൊക്കെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. ഇവൻ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, അവള് മറ്റേ തട്ടമൊക്കെ ഇട്ട് ആ ഒരു ഹിജാബ് ആ ഒരു സെറ്റപ്പിൽ ഇരിക്കുകയാണ്. ഓക്കെ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഞാൻ മറ്റൊരു മതത്തിന്റെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ഈ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോയി. കാരണം ഞാനത് കറക്റ്റായിട്ട് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം മേ ബി. ഇപ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ഇവളിങ്ങനെ തട്ടമൊക്കെ ഇട്ടിരുന്ന് ഈ ഹിജാബൊക്കെ ഇട്ടിരുന്ന് ഒരുത്തൻ, അവളുടെ കാമുകനായിട്ടുള്ള ഒരുത്തൻ്റെ ഒരു ഫോട്ടോ ഇട്ടിരിക്കുകയാണ്. അവൻ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ ഒന്നാമത് ഈ അരുണിമ മുസ്ലിം അല്ല, അല്ലേ? അരുണിമ എന്ന പേര് മുസ്ലിം പേരല്ല. അപ്പം അങ്ങനെയുള്ള അരുണിമ ഇങ്ങനെ ഒരുത്തനുമായിട്ട് ഫോട്ടോ ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവൾ മുസ്ലിം ആയാൽ കൂടി ഓക്കെ, അതോടെ നിൽക്കട്ടെ. ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഇടുമ്പോൾ, അത് ഏവൻ്റെ കൂടെ ഒരുത്തൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഇടുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ നെഗറ്റീവ് വരും. ഈ പറയുന്ന അരുണിമയ്ക്ക് ഡോളർ കയറും, കാശ് കിട്ടും, റീച്ച് കിട്ടും, നെഗറ്റീവ് ആയാലും 10 ആൾക്കാർ ശ്രദ്ധിക്കുക, എല്ലാം ഓക്കെ ആണ്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രശ്നമുണ്ടാക്കും. ഒന്നാതെ ഈ മുസ്ലിങ്ങളെ എന്തെങ്കിലും പറയാൻ കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുന്ന കുറെ ടീംസ് ഉണ്ട്. ഞാൻ പറയാതെ തന്നെ ഏത് ടീംസ് ആണെന്നറിയാം. എന്തെങ്കിലും മുസ്ലിങ്ങളെ കുറിച്ചിട്ട് കുറ്റം, ഒരു 10 കുറ്റം പറയാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഹംബാഹോയി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ടീമുകളുണ്ട്. അവർക്കിടയിൽ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സീരിയസ്ലി എനിക്ക് ഈ ഫോട്ടോസ് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. നമ്മളായിട്ട് എന്തിനാണ് ഒരു അടിമഴ കൊണ്ടാവുന്നത്? ഇനി നിങ്ങൾ ഇങ്ങനത്തെ ഫോട്ടോസ് എടുത്തതിന് ശേഷം എന്തിനാണ് ഇത് പോസ്റ്റ് ചെയ്തത്? ഓക്കെ, ഇവിടെ ഒന്നാമത് ഇപ്പോ വന്ന് മതത്തിന്റെയും ജാതിയുടെ ഒക്കെ പേരിൽ ഭയങ്കര ഫൈറ്റാണ് ഓൺലൈനിലൊക്കെ നടക്കുന്നത്. ഇത് അവസരം കിട്ടിക്കഴിഞ്ഞാൽ തമ്മിലടിയായി തീരും എല്ലാം. അത് ചെറിയൊരു കാര്യമൊന്നുമില്ല. അപ്പൊ ആ രീതിയിലാണ് ഇവിടെ ഓൺലൈനിൽ ഇപ്പോൾ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഈ മതത്തിന്റെ പേരിലും ജാതിയുടെ ഒക്കെ പേരിൽ പ്രത്യേകിച്ച് മുസ്ലിംകാരെ ഒരുമാതിരി അടിച്ചമർത്താനും താഴ്ത്തി കെട്ടാനും അവസരം നോക്കി നടക്കുന്ന ചില ടീംസുകളും ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആഘോഷിക്കാനുള്ളൊരു സംഭവമായി. പിന്നെ അതുപോലെ തന്നെ മുസ്ലിം മതത്തിലുള്ളവർക്കും ഇതൊന്നും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരുടെ മതത്തിൽ വിശ്വസിച്ച് ആ ഒരു അവരുടേതായ ഒരു രീതിയിൽ അവർ കൊണ്ടുപോകുമ്പോൾ അവരുടെ ഈ ഒരു ഹിജാബും തട്ടമൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനത്തെ ഫോട്ടോസ് ഇടുമ്പോൾ അവർ സപ്പോർട്ട് ചെയ്യത്തില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ തോന്നി അവരെന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അപ്പോൾ ഇപ്പുറത്തുനിന്ന് ഓപ്പോസിറ്റ് എന്ന് വേറെ കുറെ ടീംസ് അങ്ങോട്ട് പറയും. അങ്ങനെ ഇങ്ങനെ ഇവിടെ കലാപങ്ങൾ ഉണ്ടാകാൻ നിങ്ങളെപ്പോലുള്ള ചിലവരുണ്ടാക്കുന്ന ഈ ചെറിയൊരു ഫോട്ടോ മതിയാകും. ഇതിന്റെ താഴത്തെ കമന്റ്സ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, കുറെ ഉണ്ട് കേട്ടോ സംസാരിക്കും. വീഡിയോ മാക്സിമം കാണുക. ഷുവർ ഇറ്റ് വിൽ ബി അഫ്ഗാനിസ്ഥാൻ ഓർ കേസ്. എന്തൊരു പ്രഹസനമാ അരുണിമ. ഒരു ചാനൽ പരിപാടിയിൽ അന്നത്തെ കാമുകനൊപ്പം വന്ന് പറഞ്ഞതൊന്നും ജനങ്ങൾ മറന്നില്ല. ജീവിതം ഒന്നേ ഉള്ളൂ, അത് തന്റെ ഇഷ്ടം പോലെ ജീവിക്കാം. പക്ഷെ വെറുതെ ഈ കോപ്രായങ്ങൾ എന്തിന്? ഇനി ഇവിടത്തെ ഹിന്ദുത്വ തീവ്രവാദികൾ പറയും ലവ് ജിഹാദ് മാങ്ങാത്തൊലി എന്നൊക്കെ. അത് വിശ്വസിച്ച് പോകാൻ കുറെ പൊട്ടന്മാർ വേറെ. മനസ്സിലായി? സിറിയയിൽ അടിമ ജീവിതം. ഇതൊക്കെ തട്ടത്തിനെയൊക്കെ ഈ ഹിജാബിനെയൊക്കെ ഒരുമാതിരി ആക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റുകൾ വരെ ഇറങ്ങുന്നുണ്ട്. ഇത് മുസ്ലിംസായിട്ടുള്ള ആൾക്കാർ കാണുമ്പോൾ അവർക്ക് കുരുപൊട്ടും, അവർ തിരിച്ചു പറയും. അങ്ങനെ ഇങ്ങനെ ഇത് വൻ പ്രശ്നങ്ങളാണ്. മുതിർന്ന വനിതകൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിലോ ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കുന്നതിലോ ആരും ഇടപെടരുത്. അലഹബാദ് ഹൈക്കോടതി ആ ന്യൂസൊക്കെ എടുത്ത് ഇതിന്റെ അടിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. തീർന്നു, നിന്റെ കാര്യം തീർന്നു. യുവർ ലൈഫ് യുവർ ചോയ്സ്, കീപ് ഇറ്റ് അപ്പ്. കുറികളും അയ്യോ, കരച്ചിൽ കാണാൻ എന്താ രസം. കാക്ക കൊത്തിയല്ലോ ദേവിയെ. കടാ, ഇങ്ങനത്തെ ഒരു സാധനം, അതായത് മുസ്ലിങ്ങളെ കളിയാക്കുന്ന കുറെ കമന്റ്സ് തിരിച്ച് അങ്ങനെ ഇങ്ങനെയുള്ള ഒരു സാധനം അവിടെ ക്രിയേറ്റ് ആയി ഓൾറെഡി ഈ കമന്റ് ബോക്സിൽ തന്നെ. ആളുകളെ കാണിക്കാൻ എന്ത് വേഷം കെട്ടിയിട്ട് എന്ത് കാര്യം. കുറച്ച് കഴിയുമ്പോൾ ജീവിതം കൈവിട്ട് പോകും, യാത്ര ആസ്വദിക്കുക അല്ലാതെ. ബേസിക്കലി ഈ മറ്റേ ഹിജാക്കിംഗ് നോമാഡ്, ഈ പറയുന്ന അരുണിമ, ഇവരൊക്കെ ലൈഫിൽ ഒരുപാട് റിസ്ക് എടുത്ത് യാത്ര ചെയ്യുന്നവരാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മണ്ടത്തരം കാണിക്കുന്നത് കാണുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. നോക്ക്, അടുത്തൊരു കമന്റാണ്. ദ വുമൺ അഡ്വാൻസ് ആൻഡ് റിട്ടയർ ഇൻ ദ ഷേപ്പ് ഓഫ് ഡെവിൾ എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിംസിനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതോ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യമായിരിക്കും. സംസ്ഥാനത്ത് അത് വേറെ ന്യൂസ്. ഓക്കെ, അഫ്ഗാനിസ്ഥാൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും
ഇപ്പൊ നമ്മുടെ രാജ്യത്തുള്ള ഒരു പെണ്ണാണ് ഈ അരുണിമ. ഇവള് പോയിട്ട് അങ്ങനെ വേറൊരു രാജ്യത്ത് പോയിട്ട് ഇതുപോലെ ഇപ്പോ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് 10 ആളെ കാണിച്ചുകൊണ്ട് ഒരു ഫോട്ടോ ഇടാം, അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പയ്യൻ ഡ്രസ്സ് പോലും ഇട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആൾക്കാർ അവിടെ മതങ്ങളുടെ പേര് പറഞ്ഞ് സംസാരിക്കും. ഇതിന്റെ കമന്റ് ബോക്സിൽ തന്നെ ഉണ്ട്, ഒരുപാടുണ്ട്. താഴോട്ടൊക്കെ മുമ്പ് വേറെ ഒരുപാടുണ്ട്, ഞാൻ പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. ഇതിന് മുന്നേ ഇതൊക്കെ ഇവനുമായിട്ട് വേറെ ഫോട്ടോസൊക്കെ ഉണ്ട്, സ്റ്റേ ഹാപ്പി. ഇതിനൊന്നും താഴെ അങ്ങനത്തെ കമന്റ്സ് പോലും ഇല്ല. നോക്കിക്കോ, അവളെ കളിയാക്കി അങ്ങനത്തെ ഒരു ഇതേ ഇതിന്റെ താഴേക്കേ ഉള്ളൂ. പക്ഷെ മതത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ള അടിയോ വഴക്കോ അങ്ങനത്തെ സംസാരങ്ങളോ ഈ പോസ്റ്റുകളോ അടിയിലൊന്നും ഇല്ല. കാരണം നമ്മൾ ആരും ഇത് മനസ്സിലാകുന്നില്ല. കണ്ട, അതേ അവളുടെ കാമുകനോ അവള് എന്തോ സ്റ്റേ ഹാപ്പി, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഇങ്ങനത്തെ ഫോട്ടോസ് കാണുമ്പോൾ ആരും ഇതിനെപ്പറ്റി വിമർശിക്കാനോ ഒന്നും വരില്ല. പക്ഷെ മറ്റൊരു മതത്തിന്റെ ഒരു വേഷം അണിഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ ആ മതത്തെ അവഹേളിക്കുന്നതിന് തുല്യമായ ആ മതത്തിലുള്ളവർ തന്നെ കണ്ട് അവർക്കത് ഉരുപൊട്ടും. അവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളെ മതത്തിലുള്ളവരെ കളിയാക്കുന്നു എന്നുള്ള ഒരു തോന്നൽ അവർക്ക് തോന്നി, അവർ പ്രതികരിക്കും. അവസാനം അവർ പ്രതികരിക്കുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വേറെ നിങ്ങളുടെ മതത്തിലുള്ള കുറെ പേര് അങ്ങോട്ട് നിൽക്കും. അങ്ങനെ ഇങ്ങനെ ഇവിടെ ഒരു അടിയുണ്ടാവും. ഈ ജസ്ന സലീമൊക്കെ ചെയ്യുന്ന പരിപാടി അറിയാവും. അതുപോലെ നിങ്ങളിപ്പോൾ ചെയ്യുന്നു എന്നല്ല, പക്ഷെ ഈ മണ്ടത്തരങ്ങൾ കാരണം അങ്ങനത്തെ വിഷയങ്ങൾ ഇവിടെ ഉണ്ടാവും. പിന്നെ ജസ്നെ മതങ്ങളെ തമ്മിൽ അടുപ്പിക്കാനുള്ള അജണ്ട കീപ്പ് ചെയ്ത് ഇറങ്ങുന്നു എന്ന് എല്ലാ മതക്കാർക്കും അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാലും കമന്റ് ബോക്സുകളിൽ ഇവളെയും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഈ ജസ്ന സലീമിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു കലാപം നമ്മളായിട്ട് ഉണ്ടാക്കുന്ന എന്തിന്? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അല്ലാത്ത പോസ്റ്റുകളൊക്കെ ഉണ്ട്, അതിന് ലൈക്ക് കുറവ്, ഈ പറയുന്ന പോലെ കമന്റ്സ് കുറവ്, എല്ലാം കുറവ്, കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ആരും ഒന്നും ചോദിക്കുന്നുമില്ല, നീ എന്തോലും ചെയ്തുകൊണ്ട് പോകുന്നൊക്കെ ഉള്ള ഇതായി. പക്ഷെ നേരെ വന്നതാ ഈ ഫോട്ടോ വന്നപ്പോൾ 4700 ലൈക്കായി, 1400 കമന്റ്സ് ആയി. ഓക്കെ, അപ്പൊ അത്രയും ആൾക്കാർ ആ ഫോട്ടോ, ആ ഒരു സാധനം, ആ ഒരു നിന്റെ വേഷമാണ് അവിടെ വിഷയമായത്. ഓക്കെ, പ്രത്യേകിച്ച് അടുത്തിരിക്കുന്ന ചട്ടുകൂടാതിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ അവര് വളരെയധികം മഹത്വത്തോടെ കാണുന്ന ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് നീ ഒരു ഫോട്ടോ ഇടുമ്പോൾ ഇപ്പൊ എനിക്കിത് കണ്ടിട്ടൊന്നും തോന്നുന്നില്ല. ഓക്കെ നീ ഒരു ഫോട്ടോ ഇട്ടു, പക്ഷേ ആ മതത്തിലുള്ളവർക്ക് അതൊരു അരോചകമായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ അടുത്ത് അവരെന്തെങ്കിലും പറയും, തിരിച്ച് നിന്റെ മതത്തിലുള്ളവർ പറയും. അങ്ങനെ ഒരു കലാപത്തിന്റെ ഒരു സാധനം അവിടെ രൂപീകരിക്കും. ഇപ്പൊ തന്നെ കമന്റ് ബോക്സുകളിൽ മുസ്ലിങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റ്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം നമ്മളായിട്ട് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ക്രിയേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു എന്നതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ക്വസ്റ്റ്യൻ. അല്ല നീ എന്ത് തേങ്ങയെല്ലാം ചെയ്തോണ്ടോ ലണ്ടൻ ബ്രിഡ്ജ് അത് ഇതെന്നൊക്കെ മാങ്ങാത്തൊലി എന്ന് പറഞ്ഞ് യൂട്യൂബ് നോക്കിയാൽ ഇതിന്റെ മുഴുവൻ ഒരു സ്ഥലത്ത് അവിടുത്തെ ഇതുപോലെ പാമ്പിനൊക്കെ കയ്യിലെടുക്കാൻ പറ്റും. എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാൻ കയ്യിലെടുക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പാമ്പ് മാത്രമല്ല അവിടെ എല്ലാം ഉണ്ട്. പിടിച്ചു കഴിയുമ്പോൾ നമുക്കിങ്ങനെ പേടി തോന്നൂല, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. പേടിയില്ല. ഇവിടെ ഞാൻ ഇതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അത് കടിക്കുന്നില്ല, ഭയങ്കര ഫ്രണ്ട്ലിയാണ് കണ്ടോ. ഓക്കെ ഇതിനൊന്നും അങ്ങനത്തെ ലൈക്സ് ഇല്ല, വ്യൂസ് ഇല്ല, കമന്റ്സ് ഇല്ല. പക്ഷെ മതം എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ വന്നപ്പോൾ അതിൻ്റെതായ രീതിയിൽ ആ സാധനം റീച്ചബിൾ ആയി. നമ്മളായിട്ട് അടി ഉണ്ടാക്കാൻ നിൽക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി തീർന്നില്ല, അടുത്ത് ഒരു പോസ്റ്റ് കൊടുക്കുക. അഫ്ഗാനിസ്ഥാൻ എത്തുന്നതിന് മുന്നേ തന്നെ ഇത് ഇടേണ്ടി വന്നു. ലഗേജ് വെയിറ്റിംഗ് കൂടുതലായപ്പോൾ എല്ലാ ഡ്രസ്സും എടുത്ത് ദേഹത്തിട്ടു. അങ്ങനെ കിർഗിസ്ഥാനിലെത്തി, വെൽക്കം ടു കിർഗിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിന് താഴെ കമന്റ്സ് ഉണ്ട്. ഓക്കെ, 20 മണിക്കൂർ മുന്നേറ്റ പോസ്റ്റാണ്. അപ്പൊ ഇവിടെ ഈ സാധനം കയറി. ഓക്കെ, ഞാൻ കമന്റ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. Wearing hijab is must in Afghanistan. Now I am in Kyrgyzstan. Here no problems. Any dress I can wear. And please read my caption. Okay, caption ഒന്ന് നോക്കട്ടെ. ഇവിടെ ജെമിനിയിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. Yes, if you mean a foreign solo woman traveler visiting Afghanistan, the safest approach under the current Taliban rules is to dress very uncertainly. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ഇതൊക്കെ വായിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ഇന്ന് മൊത്തം ആയാലും വീഡിയോ ചെയ്യില്ല. മഞ്ചത്തി ഡോൺ ഫിയർ എനിവൺ. ഓക്കെ, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കുഴപ്പമില്ല, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇട്ട് പോട്ടെ, ഞാൻ ഒരിക്കലും അതിലൊന്നും കുറ്റം പറയത്തില്ല. പക്ഷേ ചില ഫോട്ടോസ് എടുത്തിടുമ്പോൾ അവിടെ നാട്ടുകാർ സംസാരിക്കും. ഓക്കെ ഒരു വിദേശിയായ സ്ത്രീ പർദ്ദയിടണം എന്ന അഫ്ഗാനിസ്ഥാനിൽ നിയമമില്ല. എത്രയോ സ്ത്രീകൾ അവിടെ പോയി സാധാരണ ഡ്രസ്സിൽ യാത്ര ചെയ്ത് വ്ളോഗ് ചെയ്യുന്നു. വീഡിയോസും യൂട്യൂബിലും മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ്. ഇത് റീച്ചിന് വേണ്ടിയുള്ള നാടകമാണ്. ഓക്കെ, ഈ വ്യക്തി പറയുന്നത് പോലെ ഇത് റീച്ചിന് വേണ്ടിയിട്ടാണ് പർദ്ദയിട്ട് ഈ പറയുന്ന അരുണിമ നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇത് നാട്ടുകാരുടെ ഇടയിൽ ചർച്ചയായി എനിക്ക് 10 വ്യൂവർഷിപ്പ് കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചാണ് ഈ പരിപാടി ചെയ്യുന്നതെങ്കിൽ തൊട്ടിപ്പരിപാടി എന്നേ ഞാൻ പറയത്തുള്ളൂ.
ഓക്കെ, നമ്മൾ ഒരു മതത്തെയും നമ്മൾ അവഹേളിക്കാനോ അല്ലെങ്കിൽ ഒരു മതത്തെ വെച്ച് കളിക്കാനോ നിൽക്കരുത്. നമുക്കൊരു മതത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ആ മതത്തിന്റെ ആചാരങ്ങളെ നമ്മൾ ഫോളോ ചെയ്യുക. അല്ലാണ്ട് നമ്മൾ മറ്റൊരു മതത്തെയും കളിയാക്കാതിരിക്കുക. നമുക്ക് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കുക. അതാണ് എൻ്റെ നിലപാട്. ഇപ്പോൾ അമ്പലത്തിലായാലും പള്ളിയിലായാലും നടക്കുന്ന ആചാരങ്ങൾ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ അങ്ങോട്ട് പോകാതിരിക്കുക. അത് ഇഷ്ടമുള്ളവർ അവിടെ പോകുന്നുണ്ട്, പോട്ടെ. ഓക്കെ, അത്രയും ഞാൻ പറയുന്നുള്ളൂ. താല്പര്യമുള്ളവർ പോവാം. പകരം അവരുടെ വേഷങ്ങളെ എടുത്തിട്ട് നമ്മൾ അവരെ അപമാനിക്കുന്ന രീതിയിൽ, മോശമായിട്ടുള്ള രീതിയിൽ ഇറങ്ങിത്തിരിക്കാതിരിക്കുക. അതിവിടെ ഈ പറഞ്ഞതുപോലെ വർഗീയതയും തമ്മിലടിയും ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ എങ്ങനെ ആക്ഷേപിക്കാന്ന് പറഞ്ഞ് നോക്കി കിടക്കുന്ന കുറെ ടീംസ് ഇതൊക്കെ എടുത്ത് അങ്ങ് ആഘോഷിക്കും. ഓക്കെ, അങ്ങനെ തേങ്ങാ ചാക്കിലായി. എൻജോയ് ഫ്രീഡം, ഇതൊക്കെ ഇടാൻ നിനക്ക് എത്ര പൈസ കിട്ടി? കേരള ജനത മണ്ടന്മാർ അല്ല. കിർഗിസ്ഥാനിൽ പോകാൻ ഈ ഡ്രസ്സ് ആവശ്യമില്ല, മോഡേൺ രാജ്യമാണ്, അവിടെ ഈ ഡ്രസ്സ് 1% ആണ്. ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ ആ ഒരു സെറ്റപ്പിൽ ആൾക്കാർ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുള്ള മതം ഇസ്ലാം. കണ്ടല്ലോ, ഇസ്ലാം മതത്തിനെ അവഹേളിച്ചുകൊണ്ടും മോശമായി പറഞ്ഞുകൊണ്ടും വളരെ മോശമായിട്ട് കമന്റ്സ് വന്നു തുടങ്ങി. അതായത് ഇപ്പോൾ അരുണിമ ഇവിടെ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഫ്ഗാനിസ്ഥാനിലൊക്കെ കിർഗിസ്ഥാനിലൊക്കെ പോകാനായിട്ട് ഈ പറയുന്നത് പോലെ തട്ടമൊക്കെ ഇട്ട് പോകേണ്ടി വരും. ഓക്കെ, പർദ്ദയിട്ട് പോകേണ്ടി വരും. ആ ഒരു സെറ്റപ്പിലോട്ടുള്ള സാധനമാണ്. എന്നിട്ട് ഇവള് തന്നെ അരുണിമ തന്നെ ഇതിന്റെ മുകളിൽ വിയറിംഗ് ഹിജാബ് ഈസ് മസ്റ്റ് ഇൻ അഫ്ഗാനിസ്ഥാനിൽ ഹിജാബ് മസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. അപ്പൊ അവിടെ ഹിജാബ് മസ്റ്റ്, അത് മുസ്ലിം രാജ്യമായതുകൊണ്ട് തന്നെ ഇനി അവിടെ ഹിജാബ് മസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും, ഓക്കെ, ആണെങ്കിലും അല്ലെങ്കിലും ഇതൊക്കെ എടുത്ത് ഇങ്ങനെ ഒരുമാതിരി കാണിച്ച് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുള്ള മതം ഇസ്ലാം എന്ന് പറഞ്ഞ് മുസ്ലിം മതക്കാരെ ആക്ഷേപിച്ചുകൊണ്ട് ആൾക്കാർ കമന്റ് ചെയ്യാൻ തുടങ്ങി. എന്തിനാണ് നമ്മൾ മതങ്ങൾ പറഞ്ഞ് തമ്മിലടിക്കുന്നത്? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അരുണിമ നായരെ പർദ്ദ ധരിച്ച് മുസ്ലിങ്ങളെ തെറിവിളി കേൾപ്പിക്കരുത്. കേട്ടല്ലോ, അരുണിമ, നീ പർദ്ദ ധരിച്ച് മുസ്ലിങ്ങളെ തെറിവിളി കേൾപ്പിക്കരുത്. എങ്ങനെ നടന്നത്? ഇപ്പോൾ അവസ്ഥ വരാനുള്ളത് അനുഭവിച്ചേ തീരൂ. സൂപ്പർ മോളൂസ് നല്ല ചേർക്കുന്നുണ്ട്. അങ്ങനെ ജിഹാദിയായി സൂപ്പർ വേഷം അരുണിമ. സിസ്റ്റർ ഇന്റൻഷൻ എന്ത് നല്ല സ്ത്രീ സ്വാതന്ത്ര്യമുള്ള. ഓക്കെ, അപ്പിക്കുപ്പായം കണ്ട പർദ്ദയടക്കം മോശമായിട്ട് പറഞ്ഞുകൊണ്ടും ആ ഒരു സെറ്റപ്പായി. കമന്റ് ബോക്സ് ഒക്കെ അങ്ങനെയായി. സംഘികൾ കുരുപൊട്ടുമ്പോൾ ആയിരിക്കും ഇനി ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുക. എന്തായാലും ഡ്രസ്സ് മഞ്ചു കൂടിയിട്ടുണ്ട്. ഓക്കെ, നിന്റെ കാര്യം തീരുമാനമായി, ഇതായി പരിപാടി കൊള്ളാം. അപ്പൊ ഇവിടെ ഈ പറഞ്ഞതുപോലെ മതത്തിന്റെ പേരിലുള്ള ഫൈറ്റ് കമന്റ് ബോക്സിൽ തന്നെ അരുണിമ കാരണം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഏതാണ് ഫ്രീഡം? എൻജോയ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് നമ്മുടെ ഇഷ്ടത്തിന് നടക്കാം. പക്ഷേ നമ്മളത് എവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിൽ അത് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ചിന്തിക്കുക. മതങ്ങൾ ഇപ്പോൾ അരുണിമയുടെ ഈ പോസ്റ്റിന്റെ അടിയിൽ തന്നെ മുസ്ലിം മതങ്ങളെ ഒരുമാതിരി പറയുന്ന ഒരുപാട് കമന്റ്സ് ഞാൻ കാണുന്നുണ്ട്. ഞാൻ തന്നെ കാണിച്ചു തന്നു നിങ്ങൾക്ക്. ഓക്കെ, പറയുന്നവർ എന്താ പറയട്ടെ, അങ്ങനെ സപ്പോർട്ട് കമന്റും ഉണ്ട്. ഇത് കുറേയൊക്കെ ഇവള് ഡിലീറ്റ് ചെയ്തു. ഇത് വിദ്വേഷ പരത്തുന്ന പോസ്റ്റാണ്. സോറി സിസ്റ്റർ, ലെറ്റ് മീ ബ്ലോക്ക് ഓൾ കണ്ടന്റ്സ് ഇൻ സോഷ്യൽ മീഡിയ. ഇത് വിദ്വേഷം പരത്തുന്ന പോസ്റ്റായിട്ട് തന്നെ ആൾക്കാർക്ക് ഫീൽ ചെയ്യും. നീ ചിലപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ ആയിരിക്കും മാറുന്നത്. അതുകൊണ്ട് ഇത്തരം മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ഇത്തരം റീച്ചിന് വേണ്ടിയിട്ടുള്ള പ്രകസനങ്ങൾ കാണിക്കാതിരിക്കുക. ഇപ്പൊ ആരും നിന്നെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് നീ പുതിയ റീച്ച് ഉണ്ടാക്കുന്ന പരിപാടിക്ക് ഇറങ്ങിയാണെന്ന് മനസ്സിലാവും. ഇജ്ജ് ആകെ മാറിയല്ലോ എൻ്റെ കുട്ടി. അഫ്ഗാനിസ്ഥാൻ പോകുന്നതിന് മുമ്പ് പോകുമ്പോഴും എല്ലാം ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാകും എന്നതാണ് പ്രാധാന്യം. ഇത് വെയിറ്റ് കൂടിയതൊന്നുമല്ല, ഇതാണ് ഒറിജിനൽ ലവ് ജിഹാദ്. അത് അവള് എല്ലാവരെയും കാണിച്ച് കാശുണ്ടാക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്തു. പിന്നെ ഇവൾ കൂടെ പറയുന്നുണ്ട് ഞാൻ ലിഫ്റ്റ് അടിച്ചാണ് യാത്ര ചെയ്യുന്നതെന്ന്. അപ്പോൾ ഏത് വിമാന കമ്പനിയാണ് ഈ ലിഫ്റ്റ് കൊടുത്തത്? എയർ അറേബ്യ ആയിരിക്കും. ചിലപ്പോൾ അവരെ സൂചിപ്പിക്കാനും കൂടി ഇട്ടതായിരിക്കും എന്ന് തോന്നും. കണ്ടല്ലോ, ആൾക്കാര് മതവും അതും ഇതും ഒക്കെ പറഞ്ഞു തുടങ്ങി. എന്തും മത്തങ്ങ പരിപാടി വന്നു. പോകുന്ന രാജ്യങ്ങളിലെ കാഴ്ചകൾ പ്രതീക്ഷിക്കുന്നു. തെറി വിളി. അങ്ങനെ ഒരു തരത്തിലെത്തിച്ചിട്ടുണ്ട് ഈ വിഷയത്തിന്. ഓക്കെ, ഇതെന്തിനാണ് ഇങ്ങനെ ഇട്ട് ഈ ഒരു പ്രകസനം കാണിച്ചതെന്ന് എനിക്കും പിടികിട്ടുന്നില്ല. ഓക്കെ, നീ ഇട്ടത് ഇട്ടു, ഓക്കെ. പക്ഷെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും പിന്നെ മറ്റവനുമായിട്ട് അവൻ ചട്ടുവിടാതിരിക്കണം. അപ്പോൾ കുറെ ആൾക്കാർ വിചാരിക്കും അവരുടെ മതത്തെ ആക്ഷേപിക്കുന്നു. മുസ്ലിം മതത്തിന്റെ അവരുടെ ഒരു സംഭവം ഉണ്ടല്ലോ, അവർക്ക് അവരുടേതായ ഒരു അച്ചടക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഈ കാണിച്ചു കൂട്ടുന്ന പ്രകസനമാണെന്ന് അവർ പറയുന്നതിൽ എനിക്ക് തെറ്റായിട്ടും തോന്നുന്നില്ല. കാരണം പ്രത്യേകിച്ച് മുസ്ലിം മതത്തിൽ കുറച്ചൊരു രീതിയിലാണ് അവർ ജീവിക്കുന്നത്. അത് അംഗീകരിച്ച് അത് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, നമ്മൾ അപ്പോഴേ പൊതുസമൂഹത്തിലേക്ക് ഒരു ചർച്ചയ്ക്കുള്ള ഒരു തരിമ്പ് ഇട്ടുകൊടുക്കാതിരിക്കുക.
അല്ലെങ്കിൽ തന്നെ മുസ്ലിം മതത്തിനെ അവഹേളിക്കാൻ ആക്ഷേപിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് എണ്ണം കുട പിടിച്ച് നടപ്പുണ്ട്. അതിന് നമ്മളായിട്ടൊരു സാഹചര്യം ഉണ്ടായി കൊടുക്കരുത്. എൻ്റെ ഒരു ഒപ്പീനിയൻ അതേ ഉള്ളൂ. ഇപ്പൊ തന്നെ എന്താ പറയുക, പണ്ടത്തെ നമ്മുടെ കാലഘട്ടമൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവിടെ മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു. അപ്പോൾ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ പൂർവികർ സ്വാതന്ത്ര്യം നേടിത്തന്നു. പക്ഷെ ആ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവിടുത്തെ അവസ്ഥ ആലോചിച്ച് നോക്ക്. നമ്മുടെ അമ്മയും പെങ്ങളും അടക്കം അല്ലേ ആ ഒരു ഇതിൽ നിൽക്കേണ്ടി വന്നേനെ. അവസ്ഥ ആലോചിച്ച് നോക്ക്. കണ്ട മറ്റേ മേലിലോട്ടുള്ളവന്മാർക്ക് കാഴ്ച നിന്നു കൊടുക്കേണ്ടി വന്നേനെ. ആ ഒരു സെറ്റപ്പ് ആയേനെ. പക്ഷേ അത്രയും സ്വാതന്ത്ര്യം അവർ നേടിത്തന്നു. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഇവിടെ കാര്യങ്ങളൊക്കെ ജീവിക്കാം, എല്ലാം ഓക്കെയാണ്. പക്ഷേ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും വേർതിരിച്ച് കാണുന്നൊരു സമൂഹമുണ്ട്. അപ്പൊ അവരെ പോലുള്ളവർക്ക് ആഘോഷിക്കാനായിട്ടുള്ള ഒരു തുറുപ്പ് ചീട്ടായിട്ട് നമ്മൾ ഇട്ടു കൊടുക്കാതിരിക്കാം. ഇപ്പൊ തന്നെ കമന്റ് ബോക്സുകൾ ചെക്ക് ചെയ്യുമ്പോൾ മുസ്ലിം മതത്തിലുള്ള ആൾക്കാരെ മോശമായിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ അരുണിമയുടെ പോസ്റ്റുകളിൽ. അപ്പൊ അതിനുള്ള ഒരു സാഹചര്യം അരുണിമ അവിടെ ഉണ്ടാക്കി കൊടുത്തു. നമ്മളായിട്ട് എന്തിനാ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നു? അതാണ് എൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ മതം എന്ന് പറയുന്ന ഒരു ഫാക്ടർ വെച്ചിട്ട് ആരും കളിക്കാതിരിക്കുക, എനിക്കതേ പറയാനുള്ളൂ. നമ്മൾ എല്ലാ മതത്തെയും ബഹുമാനിക്കുക. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് അവരുടെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിലെ കേസ് ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റിനാസിലെ ഇവള് കാണിക്കുന്ന പ്രകസനം, റീച്ചിന് വേണ്ടിയിട്ട് കാണിക്കുന്ന പ്രകസനം, അത് ഏതൊരു പട്ടിക്കുഞ്ഞിനും മനസ്സിലാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക്ക് വേറെ ഒരു അമ്പലത്തിലും പോകണ്ട, അവിടെ തന്നെ പോകണം. അവർക്ക് അവിടെ തന്നെ പോയി അവർക്ക് ഈ പ്രകസനം കാണിക്കണം. കാരണം ഗുരുവായൂർ അമ്പലം എന്ന് പറയുമ്പോൾ അത്രയും ഫേമസ് ആണ്. അപ്പൊ അവിടെ പോയിട്ട് 10 പ്രകസനം കാണിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ 10 അറിയും. അതിന് വേണ്ടിയിട്ടുള്ള നാടകമാണ് ഈ ജസ്റ്റിനാസിലെയും കാണിക്കുന്നത്. അപ്പൊ ഇവള് മുസ്ലിം ആയതുകൊണ്ട് തന്നെ ഹിന്ദുക്കളുടെ ഇതിൽ വന്നിട്ട് എന്തെങ്കിലും കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. പക്ഷെ നാട്ടുകാർക്ക് അറിയാൻ ഇവള് വെറും ഫ്രോഡാണെന്ന്. പക്ഷെ ഇവിടെ അരുണിമയുടെ കമന്റ് ബോക്സ് ഉണ്ടല്ലേ, ഇതാണ് മുസ്ലിങ്ങളെ വളരെ മോശമായിട്ട് പറയുന്ന കമന്റ്സുകളുണ്ട്. ഞാൻ ആരുടെയും പ്രൊഫൈൽ എടുത്ത് വലുതാക്കി കാണിക്കാത്തതാണ്. എന്തിന് ഞാനായിട്ടൊരു അടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, എനിക്ക് താല്പര്യമില്ല, മതങ്ങൾ തമ്മിൽ അടിക്കേണ്ടതല്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ട് ഏതെങ്കിലും മതത്തെ അവഹേളിക്കുകയോ, ഇപ്പം ഹിന്ദു ആയ ഒരു വ്യക്തി വന്നിട്ട് മുസ്ലിങ്ങളെ അവഹേളിക്കുകയോ, മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി വന്ന് ഹിന്ദുക്കളെ അവഹേളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആരും മതങ്ങളുടെ പേര് പറഞ്ഞ് തമ്മിൽ തല്ലരുത്. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ആ വ്യക്തിയെ പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കും. ഓക്കെ, കാണിക്കുന്ന കോപ്രായത്തിനും പേക്കൂത്തിനും ആ വ്യക്തിയെ പറയണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു ഹിന്ദു വന്നിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി മുസ്ലിങ്ങളെ കളിയാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മതത്തിന്റെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലാൻ നിൽക്കരുത്. അങ്ങനെ തമ്മിൽ തല്ലിക്കാനാണ് ഈ പറയുന്നവരും ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരും ശ്രമിക്കുന്നതും അവരുടെ ഉദ്ദേശവും. പക്ഷേ നമ്മൾ അത് മനസ്സിലാക്കി തമ്മിൽ തല്ലാണ്ട് ആ പറഞ്ഞ വ്യക്തിയും അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്ത വ്യക്തിയും മാത്രം പറയുക, മതത്തെ പറയാതിരിക്കുക. ഇപ്പൊ ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ നാളെ വന്നിട്ട് മുസ്ലിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ടോ അല്ലെങ്കിൽ ഹിന്ദുക്കളെ മോശമായിട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പറയുക. ഓക്കെ, എന്ത് ചെയ്യണം? എന്നെ പറയുക. അല്ലാതെ ഞാൻ ഏത് മതത്തിലുള്ള ആളാണ്, ഓക്കെ ഞാൻ ക്രിസ്ത്യൻ മതത്തിലുള്ളതാണ്, അപ്പൊ ക്രിസ്ത്യാനികൾ മൊത്തം അങ്ങനെയാണ് എന്നുള്ളൊരു ഫാക്ടർ പറയാതിരിക്കുക. കാര്യം പിടിയിട്ട് ഞാൻ ഉദ്ദേശിച്ച ഒരു സാധനം പിടിയിട്ടില്ല. അപ്പോൾ ഞാനൊരു തെറ്റ് ചെയ്താൽ എന്നെ പറയുക, അല്ലാതെ എൻ്റെ നാട്ടുകാരെയോ എൻ്റെ വീട്ടുകാരെയോ എൻ്റെ ഈ പറഞ്ഞ പോലെ എൻ്റെ മതത്തെയോ അല്ല പറയേണ്ടത്. ഞാൻ ചെയ്ത പ്രവൃത്തി എൻ്റേത് മാത്രം. അപ്പം ഞാനിവിടെ വർഗീയത വെച്ച് അടിയുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തകർക്കണം, എന്നെ പറയണം, അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഞാൻ ഏത് മതത്തിലുള്ള വ്യക്തി ആ മതത്തെ നശിപ്പിക്കരുത്. അത് ആണ് ഈ ചെയ്യുന്നവരുടെ ഉദ്ദേശം. ഇപ്പൊ ജസ്ന സലീമിനെ പോലുള്ള ആൾക്കാരുടെ ഉദ്ദേശം അതാണ്. അപ്പൊ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുസ്ലിമാണ്, ഇപ്പൊ ജസ്നയുടെ വിചാരം ഞാൻ മുസ്ലിമാണ്, അപ്പൊ ഞാൻ പോയിട്ട് അമ്പലത്തിൽ പോയി പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് കുറെ മുസ്ലിങ്ങൾ നിൽക്കും, അപ്പൊ അവിടെ നിന്ന് കുറെ ഹിന്ദുക്കൾ ഇങ്ങോട്ട് അടിയാം, അങ്ങനെ ഇവിടെ ജാതി മതവും തമ്മിൽ അടിയാം, അങ്ങനെ ഒരു കലാപം ഉണ്ടാവും. ആ ഒരു സാധനമാണ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ അരുണിമ അത് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് എനിക്കറിയത്തില്ല. ഇനി റീച്ചിന് വേണ്ടിയിട്ട് കാണിച്ചത് പക്കാ പ്രകസനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, റീച്ചിന് വേണ്ടിയിട്ട്, അല്ല കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല, പക്ഷെ റീച്ചിന് വേണ്ടിയിട്ട് ഇതൊരു വിവാദമാകുമെന്നും ഇതിന്റെ പേരിൽ ചർച്ച നടക്കുമെന്നും 10 ആൾ ഇതിനെപ്പറ്റി സംസാരിക്കുമെന്നും നെഗറ്റീവ് വരുമെന്നും വീണ്ടും എനിക്ക് വ്യൂവർഷിപ്പ് കൂടുമെന്നും ഉള്ള ചിന്ത വ്യക്തമായിട്ട് അരുണിമയ്ക്കുണ്ട്. അതുകൊണ്ടാണ് അവൾ ഈ പരിപാടി കാണിച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്തരം പരിപാടികൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തികളെ പറയുക, ഒരിക്കലും അതിന്റെ പേരും പറഞ്ഞ് ആ വ്യക്തി നിൽക്കുന്ന മതത്തെ പറയുക. ഇപ്പൊ മുസ്ലിങ്ങളെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ സാധനം ഇട്ട് കൊടുത്തത്. അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് അരുണിമ ഇങ്ങനെ സാധനം ഇട്ടപ്പോൾ അവിടെ അഫ്ഗാനിസ്ഥാനില് ഈ പർദ്ദ നിർബന്ധമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തെ ഇവിടെ നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർ പറയുകയാണ്, അപ്പൊ മുസ്ലിങ്ങളെല്ലാം മോശമാണ്, അവരൊക്കെ ഇങ്ങനെയാണ്, ഇത്രയും ഇടുങ്ങിയ ചിന്താഗതിയാണ്, ഇങ്ങനെ ഒരു ഡ്രസ്സിങ് ഇങ്ങനെ കിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഈ ഒരു രീതിയിൽ
അഫ്ഗാനിസ്ഥാനെയും പറയുന്നുണ്ട്, മുസ്ലിങ്ങളെയും പറയുന്നുണ്ട്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ഡയറക്റ്റ്ലി നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം ആൾക്കാരെയും ബാധിക്കുന്നതാണ് അല്ലെ. അപ്പൊ ആ ഒരു സെറ്റപ്പിലോട്ട് ഒരു സാധനം, ഓൾ ഇന്ത്യ ഒരു സാധനം അരുണിമ കൊണ്ട് ഇട്ടുകൊടുത്തു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ഇത്തരം പ്രകസനങ്ങൾ ചെയ്യാതിരിക്കുക, അതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ഇടണം. ബൈ.